ഞാൻ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചു തരാവേ. ഇവിടെയാണ് ഇതിരിക്കണത്. ഉണ്ടോ? ഇതാണ് സംഭവം. ഇത് തീരാറായി. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത് ഇതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഭയങ്കര വൃത്തികേടായി, കുറച്ച് അധികം ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഇവിടെ വാഷ് ഏരിയയിൽ ഇടാൻ പോവാണ്. കഴിഞ്ഞാൽ നമ്മളിത് വാഷ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഡ്രൈ ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ലോഷൻ, ഈ ലിക്വിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നല്ല സംഭവമാണ് കേട്ടോ. കോളിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. പ്രൈസ് എത്രയാണ്? 62 റുപ്പീസ് ഉള്ളൂ. നമുക്ക് ഒരുപാട് മന്ത്സ് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇരിക്കും. പിന്നെ ഒത്തിരി വേണ്ട, ഒത്തിരി ഒരു ലോഷനൊന്നും വേണ്ട നമുക്ക്. ഇന്നിപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ സ്പ്രേ ചെയ്യുന്നതേ ഉള്ളൂ. യൂഷ്വലി ഞാൻ ഇത്ര സ്പ്രേ ചെയ്യാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത്, അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല റിഫ്രഷിങ് സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇപ്പം നീറ്റല്ലാതെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വരുന്ന ഒരു ടൈമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നല്ല റിഫ്രഷിങ് സ്മെല്ലും വരും. അതാണ് ഹൈലൈറ്റ്. നമുക്കിപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ പെട്ടെന്നൊക്കെ, പക്ഷേ ആരെങ്കിലും വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരുത്താനും അങ്ങനെയൊക്കെ നമുക്ക് ഇച്ചിരി ടഫല്ലേ. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കി. ഇതിന് എന്താണ് സ്മെല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. പിന്നെ ഇത് ഇച്ചിരി പെർഫ്യൂമിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് ഒരു സ്മെല്ലാണ്. നമ്മുടെ സാനിറ്റൈസറൊക്കെ ഇല്ലേ, ഏകദേശം അതുപോലത്തെയൊക്കെ, പക്ഷേ പെർഫെക്റ്റായിട്ട് അതുപോലെയല്ല. കുറച്ചുകൂടെ ഇതിനാണ് സ്മെല്ല് നല്ലത്. ഇതാണ് സാനിറ്റൈസറിൻ്റെ കാലം. അതേപോലത്തെയൊക്കെ ടൈപ്പ് ഒരു സ്മെല്ല് നല്ലതാണ്. പെട്ടെന്ന് ക്ലീൻ ആക്കാം. ഇതിനു വേണ്ടി തന്നെ നമ്മൾ സെപ്പറേറ്റ് നീറ്റായിട്ടൊരു ക്ലോത്തും കൂടി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് അവിടെ കൊണ്ട് ഇടുന്നു. ആ ലിക്വിഡ് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ഈ സംഭവമില്ലേ, ഈ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ഞാൻ ഈ ഡിഷ് വാഷ് ജെല്ല് തന്നെയാണ് എടുക്കണത്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ് തന്നെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും അങ്ങനെ എല്ലാം വൈപ്പ് ചെയ്തിട്ട് ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് വൈപ്പത്തേക്കിന് ഇത്രയും പദം വന്നിട്ടുണ്ട്. വൈപ്പ് ചെയ്യുക, കണ്ടല്ലേ. അങ്ങനെ എല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.